എൽ ഫോർ ലൈഫിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സന്തോഷത്തോടെ കാണാൻ പോകുന്നത് ഇലയട, വാഴയിലയിലുള്ള അടയാണ്. പണ്ട് അമ്മച്ചിമാർ നമ്മൾക്ക് സ്കൂളിൽ വിട്ട് വരുമ്പോഴത്തേനും ഉണ്ടാക്കി കാത്തു വെച്ചിരുന്ന അടയാണ്. ഇത് കഴിച്ചവരല്ലേ കൂടുതൽ പേരും. ഞാൻ കഴിച്ചിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴത്തേനും ഉണ്ടല്ലോ, നമ്മൾ അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. വറുത്ത അരിപ്പൊടി അതിന് വേണ്ടത് 1.5 കപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ. 6 എണ്ണത്തിന് വേണ്ടിയാണ്. ഒത്തിരി എടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ചൂടുവെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഇത് വലുത് വീർത്ത് വരുവേ. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടാണ് ചൂടുവെള്ളം, നല്ല ചൂടുവെള്ളം ഒഴിച്ചാണ് നമ്മൾ, തിളച്ച വെള്ളമായാലും കുഴപ്പമില്ല, നമ്മൾ കുഴയ്ക്കുന്നത്. നമ്മൾ കുഴയ്ക്കുമ്പോൾ ഒത്തിരി കട്ടിയായിട്ടല്ല, ഒരുമാതിരി ഈ രീതിയിൽ ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ. ഒത്തിരി ലൂസ് ഒഴുകി പോകുന്ന പോലെയല്ല, നമ്മൾ പരത്തുന്ന രീതിയിൽ. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ ഒരു ചെറിയ ഒരു മാവിൻ്റെ കുറച്ച് പോർഷൻ എടുത്തിട്ട് ഈ ഇല വെള്ളം തൂത്തതാണ് കേട്ടോ. ഇല വെള്ളം തൂത്ത് ഇട്ടാണേ. എന്നിട്ട് ഒത്തിരി വെള്ളം ഇങ്ങനെ ഒഴുകി കിടക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് തൂത്തതാണ്. എന്നിട്ട് വളരെ നൈസായിട്ട് തീരെ കട്ടി കുറച്ച് കൈ കൊണ്ട് ഇത് പരത്തണം. അപ്പോൾ പരത്തുന്നതിന് ഇത് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കും. അതിന് പകരം എന്താ ചെയ്യേണ്ടത്, ഒരു ഗ്ലാസ്സിനകത്ത് വെള്ളം എടുത്തിട്ട് ആ ഗ്ലാസ്സിനകത്ത് നമ്മുടെ കൈ മുക്കിയിട്ട് നമ്മൾ ഇതിനെ പരത്തണം. കണ്ടോ, കൈ ഒട്ടാതിരിക്കാൻ അതിനകത്ത് മുക്കണം. വെള്ളത്തിനകത്ത് മുക്കിയിട്ട് നല്ല കട്ടി കുറച്ച് ഉണ്ടാക്കണേ. ഈ സമയത്തുണ്ടല്ലോ, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ലൈക്കും ചെയ്യണേ. ബെൽ ബട്ടൺ അമർത്തുവാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത വീഡിയോ എല്ലാം നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്യണേ. എന്നിട്ട് നമ്മൾ ഇതേപോലെ നല്ലതുപോലെ പരത്തിയതിന് ശേഷം നമ്മൾ എന്തോ ചെയ്യുന്നത്, ഫില്ലിങ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്ക് നമ്മൾ തീയൽ പാൻ വെച്ചു കേട്ടോ. പാൻ്റെ കാര്യം ഞാൻ പറയാം. തീയൽ പാൻ വെച്ചു. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് വെക്കാനൊരു മിക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. മിക്സ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നല്ല തേങ്ങയാണ്, നല്ല ഇളം തേങ്ങ വേണം, മൂത്ത തേങ്ങ എടുക്കല്ലേ. പിന്നെ കുറച്ച് ഏലക്കയും പിന്നെ കുഞ്ഞു ജീരകവും ഇത് പൊടിച്ച് അതിനകത്ത് ചേർക്കുക. പഞ്ചസാരയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് ശർക്കരയും ചേർക്കാം, തേൻ വേണേൽ ചേർക്കാം, ഏത് വേണേൽ ചേർക്കാം. ഷുഗർ ഉള്ളവർക്ക് നമുക്ക് തേങ്ങയും ഈ കാടമും ജീരകവും ചേർത്താൽ മതി. ഷുഗർ ആയിട്ടുള്ള ഒന്നും ചേർക്കാതിരുന്നാൽ മതി. അവർക്കും കഴിക്കാവുന്ന അടയാണ്. എന്നിട്ട് ഈ മിക്സ് നമ്മൾ ഈ അടയ്ക്കകത്ത് വെച്ചിട്ട് നമ്മൾ വൺ സൈഡിൽ നിന്ന് ഇതങ്ങ് മടക്കുക. അപ്പോഴത്തേക്കും നമ്മൾ മടക്കി വെച്ച് കഴിയുമ്പോൾ നമ്മൾ പാൻ നേരത്തെ നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ, പാൻ നന്നായിട്ട് ചൂടാകണമെന്ന് പറഞ്ഞാൽ നല്ല പോലെ ചൂടാകണേ. എന്നിട്ട് നമ്മൾ ഈ ഇല വെക്കുകയാണ്. ഇലയുടെ അതിലോട്ട് വെക്കുക. പാൻ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഓർത്തോണം, ഒരു കാരണവശാലും നോൺ സ്റ്റിക്ക് പാൻ എടുക്കരുത്. ഒരു പഴയ പാൻ മതി, അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല. നോൺ സ്റ്റിക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് അഴുക്കായി പോകാൻ ചാൻസ് ഉണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന പാൻ എന്ന് പറഞ്ഞാൽ പണ്ടത് നോൺ സ്റ്റിക്ക് ആയിരുന്നു, അതിൻ്റെ എല്ലാം പോയിട്ട് ഇപ്പം ഇങ്ങനെ അടയൊക്കെ ചൂടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ളത് എടുക്കാവുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ നല്ല പാൻ ഉപയോഗിക്കരുത്, കേടായിപ്പോവും. എന്നിട്ട് ഈ അട നമ്മൾ നേരത്തെ അതിലിട്ടിരുന്നല്ലോ, അത് റെഡി ആയിട്ടുണ്ട്, ആയി വരുന്നേ ഉള്ളൂ, വൺ സൈഡ് ആയി വരുന്നേ ഉള്ളൂ. പക്ഷേ ഉണ്ടല്ലോ, ഈ സമയത്ത് എന്നാ സ്മെല്ലാണെന്നറിയോ, ഇലയുടെയും ആ അരിപ്പൊടിയും ഇതെല്ലാം ഇലയും എല്ലാം കൂടെ നല്ലൊരു സ്മെല്ല്, പറയാനറിയത്തില്ല എനിക്ക്, അതുപോലൊരു സ്മെല്ലാണ്. ഇതുണ്ടോ, ഈ രണ്ട് സൈഡും ഇതേപോലെ കരിയുന്ന സമയത്താണ് നമ്മുടെ അട റെഡിയാവുന്നത്. ഇല ഇതുപോലെ കരിയണം. ഇത് കരിയുമ്പോൾ നമ്മുടെ അട റെഡി ആയിട്ടുണ്ട്. നമുക്കത് പാത്രത്തിലേക്ക് എടുക്കാവേ. നോക്കിക്കേ, നല്ല കട്ടി കുറവായിട്ട് നല്ല ചൂടുള്ള, എന്നാ സ്മെല്ലാണോ എനിക്ക് വയ്യ, നല്ല സ്മെല്ലാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ഈ അട നമ്മൾ റെഡിയായി. നല്ല അട, എല്ലാവർക്കും കൊതി വരുന്നുണ്ടോ? നല്ല സ്മെല്ലും നല്ല മണവും നല്ല രുചിയുമാണ്. നോക്കിയേ, നല്ല രസമല്ലേ. ബാക്കി അടയെല്ലാം ഇതുപോലെ തന്നെ ഞങ്ങൾ ചുട്ടെടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇനിയും എൻ്റെ വീഡിയോസ് എല്ലാം കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്.